വീട് പണിയുടെ ഘട്ടത്തിലെത്തുമ്പോഴേ പൊതുവെ എല്ലാവർക്കും ഒരു സംശയം നമ്മുടെ വീടിനകത്ത് എന്ത് വിരിക്കണം എന്നുള്ളത്. മാർബിൾ വേണോ, ഗ്രാനൈറ്റ് വേണോ, ടൈൽസ് വേണോ എന്നുള്ള സംശയം പൊതുവെ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ സുഹൃത്തുക്കളോടോ അതല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയേഴ്സിനോടോ ചോദിക്കും. ചോദിച്ചു പോയി കഴിഞ്ഞാൽ കുടുങ്ങി മക്കളെ. അവിടെ നമുക്ക് നൂറുകണക്കിന് ആൻസർ ആയിരിക്കും. നൂറുകണക്കിന് ആൻസർ, 100 പേരും ഡിഫറെന്റ് ആയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങളോട് പറഞ്ഞ. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂഷൻ ആവട്ടോ. ചില ആൾക്കാർ നിങ്ങളോട് പറയും ടൈൽസ് ഇട്ടോ, ആ ഷോപ്പിൽ നിങ്ങൾക്ക് 20 രൂപയ്ക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടാണ്ട്, പ്രീമിയം മെറ്റീരിയൽ കിട്ടാണ്ട് നിങ്ങൾ അവിടെ തന്നെ പോയി വാങ്ങിച്ചോളൂ പറയും. വേറെ ആളുകൾ നിങ്ങളോട് പറയും അയ്യോ ടൈൽസ് ഇരിക്കരുത്, മാർബിൾ വിരിച്ചോ, അതാണ് ബെസ്റ്റ് നാച്ചുറൽ മെറ്റീരിയൽ. അപ്പൊ വേറെ ആൾ കൗണ്ടറിൽ വരും, ആ മാർബിൾ പണിക്കാരെങ്ങാനും വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ 3-4 മാസത്തേക്ക് പിന്നെ കണ്ടു നോക്കേ വേണ്ടട്ടോ, നമുക്ക് വേറൊരു പണിക്ക് അവിടെ ചെല്ലാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എഞ്ചിനീയറോട് ചോദിക്കുന്ന സമയത്ത് എഞ്ചിനീയർ നിങ്ങളോട് പറയും നിങ്ങൾ മാർബിളോ ടൈൽസോ എന്താ ഗ്രാനൈറ്റോ എന്താ വാങ്ങിച്ചോ, പക്ഷെ ഞാനൊരു ഷോപ്പ് കാണിച്ചു തരും, നിങ്ങൾ അവിടെ പോയിട്ട് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരുടെ മനസ്സിൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അവരോടൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങളെ വീടിനകത്ത് എന്താണ് മെറ്റീരിയൽ വേണ്ടത് കേട്ടോ. നമുക്ക് എന്റെ ഷോറൂം ടോസ്കാന മാർബിൾസ്, ഞങ്ങൾക്ക് മാർബിൾസ് ഉണ്ട്, ഗ്രാനൈറ്റ്സ് ഉണ്ട്, ടൈൽസ് ഉണ്ട്. സോ ഞാനത് ഒന്നിനെയും കൂട്ടിയും പറയുന്നില്ല കുറച്ചും പറയുന്നില്ല. ഞാൻ അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും ബെനിഫിറ്റുകളും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ വീടിന് എന്താണ് വേണ്ടതെന്നുള്ളത് കേട്ടോ. മാർബിൾ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? നമ്മൾ കടകളിലെ കാണുന്ന പോലെ സ്ലാബുകൾ ഇങ്ങനെ അടുക്കി വെച്ചതാണോ? എനിക്ക് അതിന് പിന്നിൽ ഒരു വലിയൊരു കഥയുണ്ട്. ഈ മാർബിൾ എന്നൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, അതായത് ഒരു കല്ലാണ്. ഈ കല്ല് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. കാൽസൈറ്റ്, ലൂമൈറ്റ് എന്നൊക്കെ പറയും. ഈ രീതിയിലുള്ള കെമിസ്ട്രി, ഒരുപാട് കെമിസ്ട്രി പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇങ്ങനെയുള്ളതിന്റെ കൂടി ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് മാർബിൾ എന്നുള്ളത്. അത് നമ്മൾ പൊതുവെ സയന്റിഫിക് നെയിം പറയാം ലൈം സ്റ്റോൺ എന്നാണ് കേട്ടോ. ഇതിന്റെയൊക്കെ മിശ്രിതം, കാൽസൈറ്റിന്റെയും ലൂമൈറ്റിന്റെ ഒക്കെ മിശ്രിതത്തിന് പറയുന്ന പേരാണ് ലൈം സ്റ്റോൺ. ഇതിനകത്ത് ഒരുപാട് വേറെയും കണ്ടന്റുകൾ ഉണ്ട്. സിങ്ക് ഉണ്ട്, അലുമിനിയം ഉണ്ട്, അയൺ ഉണ്ട്. നമ്മുടെ സ്റ്റോണിനകത്ത് എന്തെല്ലാം, നമ്മുടെ മണ്ണിനകത്തുള്ള എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഉണ്ടോ അതൊക്കെ ഇതിനകത്തും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചില ഇമ്പ്യൂരിറ്റീസും എല്ലാം ആഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ കാണുന്ന പ്രൊഡക്റ്റുകളെല്ലാം കാൽസൈറ്റ്, ലൂമൈറ്റ് ഇതെല്ലാം 10,000-കണക്കിന് വർഷങ്ങള് ഭൂമിക്കടിയിൽ ഹയർ ടെമ്പറേച്ചറിനകത്ത് കിടന്നിട്ടാണ് നമ്മൾ ഈ മാർബിൾ, ഇപ്പൊ കാണുന്ന മാർബിൾ എന്നുള്ള രീതിയിലേക്ക് അത് രൂപാന്തരപ്പെട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് പറയേണ്ട എന്തിനാ? ഈ സംഭവം ഉണ്ടല്ലോ കാൽസ്യം കാർബണേറ്റ്, ഇതിന്റെ ഒരു മിശ്രിതത്തിൽ വരുന്നത്, ഇതിൽ മെയിൻ കണ്ടന്റ് വരുന്നത് കാൽസ്യമാണ്. ഇത് ഒരുപാട് ബെനിഫിറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാൽസ്യം കാർബണേറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പെയിന്റ്സിന് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു മെയിൻ കണ്ടന്റ് ആണ് ഈ കാൽസ്യം കാർബണേറ്റ്. അതിന്റെ കൂടുതൽ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. അതിൽ മെയിൻ ആണ്, നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും, നമ്മുടെ സ്റ്റൊമക്കിന് വരുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന മെഡിസിൻസിലെ കാൽസ്യം ഒരു പ്രധാന ഘടകമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ, അതായത് നമ്പർ 1 ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ആർകെ മാർബിൾസ്. അവർക്ക് ഒരുപാട് പുറത്തുനിന്ന് ഇറ്റലിയിൽ നിന്നും മറ്റുള്ള ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കല്ലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് കോറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്തുതരാം. അതിനകത്ത് അവര് മാർബിളിന്റെ ഹെൽത്ത് ബെനിഫിറ്റുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ആദ്യം പറയുന്ന കാര്യം, ഇത് ബൂസ്റ്റ് ചെയ്യുന്നുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യും, അതായത് നമ്മളെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിനകത്തുള്ള കാൽസ്യത്തിന്റെയും മറ്റും കണ്ടന്റുകൾ, സിങ്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ, അയൺ കണ്ടന്റ് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഡൈജഷൻ നല്ല പ്രോപ്പറായി നടക്കും. മലബന്ധം, അതുപോലെ തന്നെ വയറിളക്കം പോലത്തെ പ്രോബ്ലംസിനൊക്കെ ഇതിൽ നിന്നുണ്ടാക്കുന്ന മെഡിസിൻസ്, ഈ ഒരു കണ്ടന്റ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന മെഡിസിൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ആ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഈ കാൽസ്യം എന്നുള്ള കണ്ടന്റ് ഉണ്ടല്ലോ, ഡീടോക്സിഫയേഴ്സ് ആണോ, അതായത് ലിവേഴ്സിന് അതുപോലെ തന്നെ കിഡ്നീസിലൊക്കെ നല്ല അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സംഭവം കാൽസ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ആ വെബ്സൈറ്റിനകത്ത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് സാധാരണ അറിയുന്ന പോലെ തന്നെ കാൽസ്യം എന്നുള്ളത് നമ്മുടെ എല്ലുകളുടെ പ്രവർത്തനത്തിന്, എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ധിവാദം പോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആണ് കാൽസ്യത്തിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇത് മെഡിസിനിലും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ മാർബിൾ എന്നുള്ളത്. അപ്പൊ ആ ഒരു സെക്ഷൻ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് വരാം. ടൈൽസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ടൈൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതും മണ്ണ് തന്നെ കേട്ടോ. മണ്ണും വാട്ടറും അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസും ആഡ് ചെയ്തിട്ട് അത് അത്രയും നല്ല ടെമ്പറേച്ചറിനകത്ത് ഉണ്ടാക്കിയെടുത്ത് ഒരു ബിസ്ക്കറ്റ് ടൈപ്പിൽ അത് ഉണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ മുകളിൽ കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാർബിളും നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, ടൈലിനകത്തും മണ്ണല്ലേ,
അപ്പൊ അത് നാച്ചുറൽ അല്ലേ? നിങ്ങൾ സംശയം ശരിയാണ്. പക്ഷെ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാല് മാർബിൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വിരിക്കുകയാണ് ചെയ്യുന്നത്. ടൈൽസ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, അതിന്റെ മുകളിൽ നമ്മൾ ഒരു എക്സ്ട്രാ കോട്ടിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഏറ്റവും സമ്പർക്കം വരുന്ന ഭാഗത്ത് ഒരു എക്സ്ട്രാ കോട്ടിംഗ് ആണ്, നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല, അത് കെമിക്കൽ കോട്ടിംഗ് ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് മാർബിൾ ടൈൽസും പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് നിങ്ങളെ വീട്ടിലേക്ക് വേണ്ടതെന്നുള്ളത് കേട്ടോ. അടുത്തൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഭംഗിയാട്ടോ. പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, നമ്മൾ ഫ്ലോറിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏത് മെറ്റീരിയൽ വിരിച്ചാണ് ഭംഗി ഉണ്ടാകുന്നുള്ളത് കേട്ടോ. മാർബിളിന്റെ കേസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. മാർബിളിന്റെ കേസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഡിസൈൻ എടുത്തു, ഒരു സ്റ്റോൺ കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന പോലെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വിരിച്ചു. ഈ ഒരു സെയിം കല്ല് നമുക്ക് ഈ ഡിസൈനിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല കേട്ടോ. കാരണം അതിന്റെ ബാക്കിലേക്ക് വരുന്ന ഡിസൈൻസിൽ അതിലെന്താണ് ധാതുക്കൾ കൂടിയിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ കല്ലും യുണീക്ക് എന്ന് പറയാം. യുണീക്നെസ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഏകദേശം അതിന് മാച്ച് ചെയ്തുള്ള ഡിസൈൻസ് മാത്രമേ മാർബിളിനകത്ത് കിട്ടുള്ളൂ. എല്ലാ കല്ലുകളും ലോകത്ത് വരുന്ന എല്ലാ കല്ലുകളും ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ടൈലിനകത്ത് ഞാൻ പറഞ്ഞ നേരത്തെ ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കി അതിനകത്ത് നമ്മളൊരു കെമിക്കൽ കോട്ടിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കെമിക്കൽ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോസസ്സാണ്. നമ്മൾ എന്ത് ഡിസൈനാണ് കൊടുക്കുന്നത് ആ ഡിസൈൻ നമുക്ക് കിട്ടും. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് കണ്ടു, ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 10,000 കോപ്പി വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അതല്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഡിസൈനും കൂടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അതാണ് ടൈലിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരു സെയിം ഡിസൈൻ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര കോപ്പീസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആട്ടോ ടൈലിൻ്റെ കേസിൽ. പിന്നെയുള്ളൊരു കാര്യമാണ് ഈ പ്രൊഡക്റ്റിൻ്റെ തിക്നെസ്. കാരണം അത് നമ്മളെ എങ്ങനെയെങ്കിലും രീതിയിൽ ബാധിക്കുമെന്നില്ല കേട്ടോ. അത് നമുക്ക് നോക്കാം. നമ്മൾ ടൈൽസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ വരുന്നത് ഒരു 9 mm ആ റേഞ്ചിലാണ്. അതായത് ഇപ്പോൾ വീണ്ടും കനം കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ഫാക്ടറികൾ. കാരണം റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കനം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റിൻ്റെ കനം കുറയുന്നതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുക. മാർബിളിൻ്റെ കേസിൽ മാർബിൾ മുമ്പൊക്കെ വന്നിരുന്നത് 18 mm 20 mm ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിങ്ങനെ കനം കുറച്ച് വന്നിട്ട് സ്പെഷ്യൽ 14, 15, 16 അതായത് 13 മുതൽ 16 വരെ ഒരു ആവറേജ് തിക്നെസ്സിലാണ് ഇപ്പോൾ മാർബിൾ വരുന്നത് കേട്ടോ. ടെക്നോളജികൾ വരുന്നതിനനുസരിച്ച് അവരതിൻ്റെ കനം കുറയ്ക്കുന്നു. കാരണം മേക്കിംഗ് ചാർജസ് കുറയ്ക്കാനും അതുപോലെ തന്നെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അവർ മാക്സിമം കനം കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നമ്മൾ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു ടൈലിൻ്റെ കേസിൽ 9 mm 8.5 mm ബിസ്ക്കറ്റാണ്. അതിൻ്റെ മുകളിൽ വരുന്ന ഒരു 1/2 mm ഉണ്ടല്ലോ, അതിനേക്കാൾ താഴെയായിരിക്കും അതിൻ്റെ ഒരു കോട്ടിങ് വരിക. ഒരു ഗ്ലേസ് എന്ന് പറഞ്ഞൊരു കോട്ടിംഗ് ആണ് വരുന്നത്. ഈ കോട്ടിങ് വളരെ മൈനർ ആയിട്ടുള്ള ചെറിയൊരു തിക്നെസ്സിലാണ് വരിക കേട്ടോ. അത് പോളിഷ് ചെയ്തിട്ടാണ് നമ്മളത് ടൈലായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവേ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രാഫിക്കൽ ഏരിയകളിൽ വിരിച്ചു കഴിഞ്ഞാൽ അത് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ കാണുന്നത് നമ്മളെ മണ്ണായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട മണ്ണ് തന്നെ ആയിരിക്കും. മാർബിളിന്റെ ഒരു 14 mm ഉണ്ടെങ്കിൽ ആവറേജ് 14-15 mm കൂടിക്കൊള്ളു. ആ 15 mm കറക്റ്റ് കംപ്ലീറ്റ് ഈ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ഡിസൈൻസിൽ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് രണ്ടാമത് റീപോളിഷും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റീയൂസിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ മാർബിളിനായിരിക്കും ബെനിഫിറ്റ്. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഗുണം അതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഏതിനാണ് നമുക്ക് കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടുക, അതല്ലെങ്കിൽ ഏതിനാണ് നമുക്ക് വാറണ്ടി ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം, ഈ ഒരു പ്രൊഡക്റ്റിന് ഏതിനും നിങ്ങൾക്ക് വാറണ്ടി ഗ്യാരണ്ടി ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോണ്, ഈ ഒരു മൊബൈൽ ഫോണിൽ കമ്പനി എങ്ങനെ തന്നോ ആ പ്രൊഡക്റ്റ് അതുപോലെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിന് വാറണ്ടി ഗ്യാരണ്ടി ഉള്ളൂ. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടോ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടോ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഏത് പ്രൊഡക്റ്റും അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ വാറണ്ടി ഗ്യാരണ്ടി കിട്ടുള്ളൂ. പിന്നെ അതിനെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈൽസ് ഉണ്ടല്ലോ, ടൈൽസ് നമ്മൾ വിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ കമ്പനി ഏറ്റെടുക്കുകയുള്ളൂ. വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ഗമ്മിനകത്ത് ഒട്ടിയതിനു ശേഷം നമ്മൾ കുറച്ച് കാലം അതിനകത്ത് ഉപയോഗിച്ചതിന് ശേഷം അതിനെന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവരേൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താണ് നമ്മൾ ചെയ്തത്, എന്ത് കെമിക്കൽസാണ് നമ്മൾ പിന്നെ ഉപയോഗിച്ചത്, നമ്മൾ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഇതിനകത്ത് ഡാമേജസ് വന്നുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രോസസ്സും ഇല്ല, ഒരു മെത്തേഡും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ അത് അതേ സംഭവം തന്നെയാണ് മാർബിളിനകത്തും വരുന്നത്. നമുക്ക് വിരിക്കുന്നത് വരെയുള്ള അല്ലെങ്കിൽ വിരിച്ചു കഴിഞ്ഞത് വരെയുള്ള വാറണ്ടി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. അതിന് ശേഷം വരുന്ന ഡാമേജുകൾക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനികളൊന്നും ഉത്തരവാദിയാവില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കേസ് വരുന്നത്.
പിന്നെ എങ്ങനെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കൂടുതൽ കാലം നമുക്ക് ഇത് ഉപയോഗിക്കാം, ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ ടൈൽസിന്റെ കേസിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് രണ്ടാമത് റെക്ടിഫൈ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഭാഗത്ത് റീപ്ലേസ് ചെയ്തിട്ട് വേറെ മെറ്റീരിയൽ ഉപയോഗിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. മാർബിളിന്റെ കേസിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വീട്ടിൽ വിരിച്ചതിന് ശേഷം നമ്മൾ പോളിഷ് ചെയ്യാനുള്ള ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് എന്തെങ്കിലും പോളിഷിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പോളിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് മാർബിളിനെ സംബന്ധിച്ചിട്ടോ. പിന്നീട് ചോദിക്കുന്ന ഒരു കാര്യമാണ് വില. പല ആൾക്കാരും പറയാറുണ്ട് ടൈൽസിന് വളരെ വില കുറവാണ്, മാർബിളിന് നല്ല വില കൂടുതലാണെന്നൊക്കെ. ഇത് ഒരു തെറ്റിദ്ധാരണ ശരിക്കും മാർക്കറ്റിനകത്ത് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവറേജ് മാർക്കറ്റിൽ വില വരുമ്പോൾ നമുക്ക് ടൈൽസ് ഒരു ഏകദേശം 35 മുതൽ ഒരു 100-120 വരെ വരുന്നുണ്ട് സൈസിനനുസരിച്ച്. അതേപോലെ തന്നെ മാർബിൾ ആണെങ്കിലും ഏകദേശം ഒരു 55-60 ആ റേഞ്ച് മുതൽ 250-300 രൂപ വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് പലതും പല ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൊഡക്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലർക്കും തെറ്റ് സംഭവിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചെറിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്, ചെറിയ ടൈലിലായിട്ടും ചെറിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാർബിളിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ടൈൽ മാർബിളായിട്ടും കമ്പയർ ചെയ്യും. നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ പറയുമ്പോൾ ആടിനെ ആനയായിട്ട് കമ്പയർ ചെയ്യാന്ന് പറയും. അതുപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 6x4 സ്ലാബ് ഉണ്ടല്ലോ, 6x4 സ്ലാബ് ടൈല് 6x4 സ്ലാബ് മാർബിളായിട്ടും കമ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെറിയൊരു വ്യത്യാസം, എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രോസസ്സിങ് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അതൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതല്ല, നിങ്ങൾക്ക് വില മാക്സിമം കുറയ്ക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 4x2 പോലത്തെ ചെറിയ ടൈലുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില കുറയും. പക്ഷേ ഈ 4x2 ചെറിയ ടൈലുകൾ നമ്മൾ വലിയ സ്ലാബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ജസ്റ്റിസ് അല്ല, അതാണ് കേട്ടോ, നീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ വീടിനകത്ത് എന്താണ് വേണ്ടത്, ടൈൽസ് വേണം, മാർബിൾ വേണം. ഇതിനകത്തുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ചിലത് ബെനിഫിറ്റ് മാർബിളിനായിരിക്കും, ചിലത് ടൈലിനായിരിക്കും. അപ്പം നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ളവരുടെ ഫാമിലി കേട്ടോ, നമ്മുടെ ഫാമിലിയുമായിട്ട്, കാരണം ആ വീട്ടിനകത്ത് താമസിക്കുന്ന ആരാണോ അവരോടായിട്ട് സംസാരിച്ചിട്ട് അത് തീരുമാനിക്കണം. അതല്ല എങ്കിൽ നാട്ടുകാരുടെ അഭിപ്രായം കേൾക്കാനാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ കാര്യം നടക്കില്ല. കാരണം ഒരു 100 ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചാൽ 100 ആൾക്കാർ 100 രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് താമസിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ആയിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ചൂസ് ചെയ്യുക, അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ചൂസ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.